അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ അൻവാറെ ഫസറിൻ്റെ ഫാമിലി അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. അല്ലാഹു നമ്മുടെ കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, മെസ്സേജിൽ ഒരുപാട് സന്തോഷം പറഞ്ഞ് ദുആ ചെയ്യുന്ന, പ്രത്യേകിച്ച് മുറാദുകൾ പറഞ്ഞ എല്ലാവർക്കും ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. കമൻ്റ് എഴുതാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കൽബിൽ നിറച്ച ദുആയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരങ്ങൾ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ഒരു സംശയം, അതിന് നിവാരണം കാണുകയാണ്. ഈ സബ്ജക്റ്റ്, നമ്മുടെ ടോപ്പിക്ക് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്. അതായത് അവർ ചോദിക്കുന്നത്, അവർ ഏതോ പ്രഭാഷണങ്ങളിലോ ഏതോ ലേഖനങ്ങളിലോ വായിച്ചു മനസ്സിലാക്കിയെന്നാണ്. എന്താ പറയുന്നത്? ചില ദിവസങ്ങളിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ പാടില്ല, കറാഹത്താണ്, അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്, അപകടങ്ങളുണ്ട് എന്നുള്ളൊരു ചർച്ച കേട്ടു. അതിൽ വാസ്തവമുണ്ട്? ഇസ്ലാമിക മാനം എന്താണ്? അങ്ങനെ പ്രശ്നമുണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടോ? അങ്ങനെയുള്ള ദിവസങ്ങളുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള പല സംശയങ്ങളുണ്ടാകും. ബന്ധപ്പെടാൻ പറ്റിയ പ്രത്യേക ദിവസങ്ങൾ, അല്ലെങ്കിൽ പാടില്ലാത്ത സമയങ്ങൾ, സന്ദർഭങ്ങൾ, പാടില്ലാത്ത ചില സിറ്റുവേഷൻ, അത് ഏതൊക്കെയാണ്? ഇത് ചെറിയ, ഒരുപാട് വിശാലമായ സബ്ജക്റ്റാണ്. ഞാൻ വളരെ ചുരുക്കി ഷോർട്ടാക്കി സംസാരിക്കുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം നിസ്കാരവും നോമ്പും ഖുർആനോത്തും ദിക്റും സ്വലാത്തും മാത്രമല്ല. ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ സമസ്ത മേഖലകളും A to Z, അവൻ ഏതെല്ലാം മേഖലകളിൽ ബന്ധപ്പെടണമോ, അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ബന്ധപ്പെടാൻ അള്ളാഹു അനുവദിച്ചിരിക്കുന്ന ഏതു മേഖലയുണ്ടോ ആ മേഖലയെക്കുറിച്ചെല്ലാം കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്, ദീനുൽ ഇസ്ലാമിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം അതൊരുപാട് വിശദീകരിച്ച് പറയുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ചുമ്മാ നമ്മൾ എന്തെങ്കിലും തോന്നിയതുപോലെയല്ല. അവിടെ എല്ലാം ആദാബുകളുണ്ട്, സുനനുകളുണ്ട്, മര്യാദകളുണ്ട്, ഹലാലുണ്ട്, അവിടെ ഹറാമുണ്ട്. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധപ്പെടുന്നതിൽ പോലും ഹറാമിൻ്റെ മേഖല വരുന്നുണ്ട്. ഇതൊക്കെ അറിയാതെ കുറ്റക്കാരായി പോയാലോ? അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് ഡീപ്പായിട്ട് പോകുന്നില്ല. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഒന്ന് തൊട്ടു പോവുകയാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ലൈംഗിക ബന്ധം നടത്തുക, വിശ്വാസികളാണെങ്കിൽ അവർക്ക് പുണ്യം കിട്ടും, മുസ്ലിം ആണെങ്കിൽ അവർക്ക് പുണ്യമുണ്ട്, അതിൽ കൂലിയുണ്ട് എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ബുഅലി അഹദിക്കും സ്വദഖ. നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ, ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വദഖയാണ്, ഒരു ദാനധർമ്മത്തിൻ്റെ പുണ്യമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് ഇതിന് കൂലിയുണ്ട്, സ്വദഖയുടെ പുണ്യമാണ് എന്ന് പ്രസന്റ് ചെയ്തപ്പോൾ സ്വഹാബത്ത് പെട്ടെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, ഞങ്ങളുടെ ആവശ്യം നിർവഹിക്കുക, ആ കാര്യം ചെയ്യുമ്പോൾ അതിൽ പോലും പുണ്യമുണ്ടോ നബിയെ, സ്വദഖയുടെ കൂലിയോ? അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ വികാരശമനത്തിന് വേണ്ടി ഹറാമുമായി, അതായത് വ്യഭിചാരവുമായി ഒരാൾ ബന്ധപ്പെട്ടു, ഹലാലല്ലാത്ത മേഖലയിൽ അയാൾ ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് കുറ്റം കിട്ടൂല്ലേ, ഹറാമിൻ്റെ ശിക്ഷ കിട്ടൂല്ലേ? എന്നാൽ ഫകദാലിക ഇദാ വലഅഹാ ഫിൽ ഹലാലി കാന ലഹു ഫിഹാ അജ്റുൻ. എന്നാൽ ഹലാലായ മാർഗത്തിലാണ് ഇതിനെ വിനിയോഗിക്കുന്നതെങ്കിൽ, ലൈംഗിക ശമനം നടത്തുന്നതെങ്കിൽ, ശാരീരിക ബന്ധം നടത്തുന്നതെങ്കിൽ അതിൽ തീർച്ചയായും പ്രതിഫലമുണ്ട് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നാണ്. ഇമാം നവവി തങ്ങളൊക്കെ ശറഹ് മുസ്ലിമിലൊക്കെ കാണാം, നീയത്ത് നന്നായാൽ, നല്ല നീയത്തോടുകൂടെ ഭാര്യയുടെ കടമ നിർവഹിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഹറാമായ തെറ്റുകളിലേക്കുള്ള നോട്ടം, ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക്, വിചാരത്തിലേക്കൊക്കെ നമ്മുടെ മനസ്സ് പോകാതെ, ചിന്ത പോകാതെ, ഹലാലായ അള്ളാഹു അനുവദിച്ചെന്നിരിക്കുന്ന ഈ പുണ്യമായ ബന്ധത്തിൽ അതിൽ തന്നെ നിൽക്കണം എന്നുള്ള നിയ്യത്തോടെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അതിന് ഇബാദത്തിൻ്റെ കൂലിയാണെന്ന് ശറഹ് മുസ്ലിം, പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ നമ്മൾ വിചാരിക്കേണ്ട ഇവിടെ ഖുർആൻ ഓതുന്നതിൻ്റെ മഹത്വം മാത്രം പറഞ്ഞിട്ടാണ് പുണ്യനബി പോയത്. അല്ല, ശാരീരിക ബന്ധം ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പുണ്യം കേട്ടോളൂ. ഇമാം ഗസാലി റഹ്മഹുല്ലാഹി തങ്ങൾ ഇഹ്യായിൽ ഈ ഹദീസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുല ലയുജാമിഉ അഹ്ലഹു. ഒരാൾ
അവരുടെ ഭാര്യയുമായി അല്ലെങ്കിൽ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ ഫയുക്തബു ലഹു ബിജിമാഇഹി അജ്റു വലദിൻ ദഖരിൻ ഖാതല ഫീ സബീലില്ലാഹി ഫഖുതിലാ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി ഒരു തൻ്റെ ഇടമുള്ള ആൺകുട്ടി ഇറങ്ങിപ്പോകുകയും അതിൽ ഷഹീദായി, ചുമ്മാ വെട്ടേറ്റുന്നല്ല, വെട്ടുകൊണ്ട് ശത്രുവിൻ്റെ കരങ്ങളാൽ ഷഹീദായി കിടക്കുന്ന ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പുണ്യപ്പെട്ട അമലാണെന്ത്? ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ശാരീരിക ബന്ധം. അതിൻ്റെ അദബുകൾ പാലിക്കണം, മര്യാദ പാലിക്കണം, ദീൻ പറഞ്ഞിട്ടുള്ള അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം, സുന്നത്തായ ആ വലിയ കൂലിയെ പ്രതീക്ഷിക്കണം. നെയ്യത്ത് നല്ലതാണെങ്കിൽ അതിൽ പോലും ശുഹദാക്കളുടെ പുണ്യം കിട്ടുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശുഹദാക്കളുടെ പുണ്യം കിട്ടും എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ കൂലി അങ്ങോട്ട് വാങ്ങിക്കളയാന്ന് കരുതിയിട്ട് ആ സാധുവിനെ ബേജാറാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറയുന്നത്, ഭയങ്കര പുണ്യമുള്ളതെന്ന് കരുതിയിട്ട് അതിനെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധമായ ദീനിന് കൃത്യമായ ആദാബുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇക്തറാവുക, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ലൈംഗിക ബന്ധം, സംയോഗം, അതിൻ്റെ എണ്ണം കൂട്ടാന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇത്രയേറെ ഹാനികരമാക്കുന്ന ഒരുപാട് വർധനവാകുക. ശരീരം തീർച്ചയായിട്ടും പിന്നെ ആരോഗ്യക്കുറവിലേക്കും പല ക്ഷീണത്തിലേക്കും പ്രയാസത്തിലേക്കും അത് പോകും. അതെല്ലാം കണക്കുകൾ പറയുന്നുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരികമായ കഴിവും ആരോഗ്യമനുസരിച്ചാണ് അതിനൊക്കെ കൃത്യമായി ഡീൽ ചെയ്യേണ്ടത് എന്നുകൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ലൈംഗിക ബന്ധം, ശാരീരിക ബന്ധം ചില സമയങ്ങളിൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്, പരസ്പരം ബന്ധപ്പെടുന്നതിന് തടസ്സമില്ലാത്ത, ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബന്ധപ്പെടുന്നതിൻ്റെ തടസ്സങ്ങളൊന്നുമില്ല, അങ്ങനെ തടസ്സങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഓരോ 4 രാത്രിയും എടുത്താൽ അതിൽ ഒരു രാത്രി, അതായത് 4 രാത്രിയിൽ ഏതെങ്കിലും ഒരു രാത്രി ബന്ധപ്പെടൽ പ്രത്യേകം സുന്നത്താണ്, കൂലി കിട്ടുന്ന പുണ്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശറഅ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്നു ഹാജി തങ്ങൾ പറയുന്നുണ്ട്, രാത്രിയുടെ ആദ്യ ഭാഗം അല്ലെങ്കിൽ രാത്രിയുടെ അവസാന ഭാഗം ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്, അതിലും നല്ലതാണ്, തിരഞ്ഞെടുക്കാവുന്നതാണ്. അദ്ദേഹം എന്നിട്ട് പറയുന്നു അതിൻ്റെ ഫസ്റ്റ് വൺ, ആദ്യത്തെ ഭാഗം, രാത്രിയുടെ തുടക്കം, അവിടെ തിരഞ്ഞെടുക്കലാണ് കുറച്ചുകൂടെ ഉചിതം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും അത്താഴ സമയത്ത്, നമ്മുടെ അത്താഴം കഴിക്കുന്ന അത്താഴത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് തിരഞ്ഞെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. അവിടുത്തെ സുന്നത്തും രീതിയും അങ്ങനെയാണ്. അത്താഴ സമയം, നമ്മൾ അത്താഴം എന്ന് പറഞ്ഞാൽ ഇടയത്താഴ സമയമുണ്ടല്ലോ, ഇടയത്താഴ സമയം, ആ സമയം സെലക്ട് ചെയ്യൽ പ്രത്യേകം സുന്നത്തുമാണ്, നബിചര്യയുമാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഇമാം റംലി തങ്ങൾ നിഹായിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സമയമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്താഴ മൊമെൻ്റ്, അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിന് കാരണങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്, വയർ നന്നായി നല്ല ഫുഡ് അടിച്ചിട്ട് വയർ ഫുൾ ടാങ്കാണ്, ആ സമയത്ത് ബന്ധപ്പെടൽ പ്രയാസം ഉണ്ടാക്കും, അത് ശരിയായൊരു സമയമല്ല. അതേപോലെ തന്നെ നല്ല വിശപ്പിൻ്റെ സമയമാണ്, ആ സമയത്തും ബന്ധപ്പെടൽ ഗുണകരമല്ല, പ്രയാസകരമാണ്. ഇത് രണ്ടും അല്ലാത്ത ഒരു മുത്തവസ്സിത്തായ മൂമെൻ്റാണ് അത്താഴ സമയം. അതായത് വലിയ വിശപ്പുള്ള സമയമല്ല, എന്നാൽ വയറ് ഫുള്ളായിട്ടുള്ള സമയമല്ല, കുറച്ച് ഫ്രീ ആകുന്നൊരു സമയമാണ്. അപ്പോൾ അത്താഴ സമയത്ത്, ആ സമയത്താകുമ്പോൾ ആദാബുകൾ, മര്യാദകൾ പാലിക്കണം. നമ്മൾ ഫ്രഷ് ആകണം, പ്രത്യേകിച്ച് ബ്രഷ് ചെയ്യണം, ഒരു ദുർഗന്ധം ഉണ്ടാകാമല്ല, സുഗന്ധത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമാകണം, അതെല്ലാം ശ്രദ്ധിക്കണം. ആ സമയത്തായതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഏതാ നല്ലത്? രാത്രിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് നല്ലത്. ഈ മര്യാദകളൊക്കെ പാലിച്ച് നല്ല, നമ്മൾ പറയില്ല, കുളിച്ച് കുട്ടപ്പനാകാൻ, നല്ല ഭംഗിയാകുക, സുഗന്ധാകുക, അങ്ങനെയൊക്കെ ആകാമെങ്കിൽ ഏറ്റവും നല്ലത് അത്താഴ നേരത്താണ് എന്നും ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇമാം അബൂ താലിബുൽ മക്കി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, രാത്രിയുടെ ഫസ്റ്റ് ഭാഗം, ആദ്യ ഭാഗം, രാത്രിയുടെ സ്റ്റാർട്ടിങ്ങിൽ കറാഹത്താണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ശാരീരിക ബന്ധം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കാരണം പറയുന്നത്, ജനാപത്തുകാരായി, വലിയ അശുദ്ധിക്കാരായി കിടക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ വലിയ അശുദ്ധിക്കാരായി കിടക്കുന്നത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ കിടക്കൽ കറാഹത്താണ്. ഒരു കറാഹത്ത് കയറി വരും, വലിയ അശുദ്ധിക്കാരായിട്ട് ആ കിടത്തത്തിൽ, ഉറക്കത്തിൽ മരിക്കേണ്ടി വരുമോ, മരണം സംഭവിക്കുമോ ഒന്നും അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ നമ്മൾ വലിയ അശുദ്ധിക്കാരായി കിടക്കേണ്ടി വരും എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ സമയത്ത് കറാഹത്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ തന്നെ കുളിച്ച് വൃത്തിയായിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ കറാഹത്ത് അവിടെ വരില്ല എന്നുകൂടെ ചേർത്തി നമ്മൾ മനസ്സിലാക്കുക.
ജനാപത്തുകാരായിട്ട് നമ്മൾ കിടന്നു. അപ്പോൾ രാത്രി സ്റ്റാർട്ടിങ്ങിൽ ബന്ധപ്പെട്ടു, പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി അല്ലെങ്കിൽ ഒളു കൊടുത്ത് കിടന്നു, കുഴപ്പമില്ല. എങ്കിലും ആ കിടത്തത്തിൽ നമ്മൾ ജനാപത്തുകാരായതുകൊണ്ട് നമ്മുടെ റൂഹ് അർശിലേക്ക് ഉയർന്നു പോകാൻ തടസ്സമുണ്ടാവും, പോകാൻ പ്രയാസമുണ്ടാവും. ജനാപത്ത് അശുദ്ധിയെല്ലാം ഉയർന്നിട്ടാണ് കിടക്കുന്നത്, അശുദ്ധിയെല്ലാം ഒഴിവായിട്ടുണ്ട്, പോയിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്, ശുദ്ധിയായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ റൂഹ് പരിശുദ്ധമായ അള്ളാഹിൻ്റെ അർശിൽ പോയി സുജൂദിൽ കിടക്കും എന്നെല്ലാം കാണാമല്ലോ. ആ വലിയ നന്മകളെല്ലാം ഇവിടെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കറാഹത്താണെന്ന് അബൂ താലിബുൽ മക്കി തങ്ങൾ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഏർപ്പെട്ടു, അതിനുശേഷം മിനിമം നമ്മൾ ആ ഭാഗങ്ങൾ കഴുകിയിട്ട് ഉളൂ ചെയ്യാതെ ഭക്ഷണം കഴിക്കലും ഉറങ്ങലും നല്ലതല്ല എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. നല്ലതല്ല, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ജനാപത്തുകാരാണ്, വലിയ ശുദ്ധിക്കാരാണ്, ഉളു പോലും എടുത്തിട്ടില്ല, ആ ഭാഗം കഴുകി വൃത്തിയാക്കണം രണ്ടുപേരും, എന്നിട്ട് ഉളു എടുക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കാവൂ, അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ടാകും എന്ന് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബർക്കത്ത് കേട് അവിടെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നവർക്കൊരു കുഴപ്പമില്ല എന്നുകൂടെ മനസ്സിലാക്കുക. ഖത്തീബ് ശിർബീനി തങ്ങൾ മുഗനിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഇമാം ഗസാലി തങ്ങളുടെ വാക്കെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇഹ്യാഇൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മാസത്തിൻ്റെ, അറബി മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ, അത് ഏത് അറബി മാസമാണെങ്കിലും ആദ്യത്തെ രാവിൽ, അതിൻ്റെ മധ്യ 15-ാം രാവ് മധ്യഭാഗം, അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തെ മാസം അവസാനത്തെ ലാസ്റ്റ് രാവ്, ഈ 3 രാവുകളിലും പരസ്പരം ബന്ധപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. അത് പിശാചുക്കൾ, ഇബ്ലീസ്, ശൈത്താന്മാർ ബന്ധപ്പെടുന്ന ദിവസം ഒരു മാസത്തിൻ്റെ ഫസ്റ്റ് രാവ്, അതിൻ്റെ നടുവിലത്തെ മധ്യരാവ്, ലാസ്റ്റ് രാവ്, അത് പിശാചുകൾ ബന്ധപ്പെടുന്ന ദിവസമാണ്. അന്ന് ബന്ധപ്പെടുമ്പോൾ കൂടുതൽ പൈശാചികമായ പ്രസൻസ് ഉണ്ടാകും. അതുകൊണ്ട് ആ ദിവസം മാറ്റി വെക്കണം എന്നൊരു ചർച്ച ഇമാം ഗസാലി റളിയല്ലാഹു തആലയുടെ ചർച്ചയിലുണ്ട്. അത് പ്രബലമായ അഭിപ്രായമല്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് പ്രബലമായ അഭിപ്രായമല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പിശാചുക്കളെന്ന് കൂടുതൽ സ്വാധീനമുണ്ട് എന്ന് വച്ചാൽ തന്നെ പിശാചിൻ്റെ സാന്നിധ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദിക്റുകൾ പറയുന്നുണ്ടല്ലോ, അഊദ് ഓതണമെന്ന് പറയുന്നുണ്ടല്ലോ, ബിസ്മി കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അത് വരുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകും എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇമാം ഗസാലി തങ്ങളൊക്കെ റളിയല്ലാഹു അൻഹു അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ആ ദിവസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് പുണ്യം കിട്ടും എന്ന് മനസ്സിലാക്കി, കൂലി കിട്ടുമെന്ന് മനസ്സിലാക്കി, ഇത് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വലിയൊരു കടപ്പാടിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി സുന്നത്ത് കരുതിയിട്ട് നമ്മൾ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പോലും ശുഹദാക്കളുടെ കൂലിയാണ് എന്ന് ഹദീസിൽ പറഞ്ഞ വലിയ കൂലി നമുക്ക് കരസ്ഥമാകും. അവിടെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അവളെ ക്ഷണിക്കുകയാണ്, ഇന്ന് ആവശ്യപ്പെടുകയാണ്. ഭാര്യ പ്രത്യേകിച്ച് കാരണം രോഗമോ മറ്റു കാരണങ്ങളൊന്നുമില്ല, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയാണ്. തീർച്ചയായും നേരം വെളുക്കുന്നവരെ മലക്കുടെ ശാപം ഉണ്ടാകുമെന്നാണ്. ഭാര്യയുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. ചുമ്മാ ആളിറങ്ങിറാക്കല്ല, അവരവസ്ഥ മനസ്സിലാക്കിയിട്ട്, ഭർത്താവ് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങളെല്ലാം. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ, ആദാബുകൾ, മര്യാദകൾ പാലിച്ചാൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട് പറയാം, നമ്മുടെ ലൈഫിൽ പരമാവധി മുഞ്ചാകാൻ പറ്റുന്ന മുഴുവൻ നമ്മുടെ ഭംഗിയും നമ്മുടെ ഭർത്താവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടണം. അതിലൊക്കെ പുണ്യമാണ്. ഭർത്താവ് തിരിച്ചും കെട്ടും. ഭാര്യ മൊഞ്ചത്തിയായി നല്ല സുറുമയും കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയായി നല്ല മനോഹരമായി മുടിയൊക്കെ ചീകിയിട്ട്, അല്ലേ, പർദ്ദയും മക്കനെ ഇട്ട് ഫേസ് കവർ ഇട്ടിട്ടല്ലല്ലോ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അത്യാവശ്യം കണ്ടാൽ അട്രാക്ഷൻ തോന്നുന്ന തരത്തിൽ ഭാര്യമാർ, അതായത് ഭർത്താവിൻ്റെ കണ്ണുകൾക്ക് വലിയ കടിഞ്ഞാണാണ്. വേറെ ദുനിയാവിലേക്ക് നോക്കാൻ ഓന് തോന്നൂല. അത്രയേറെ സന്തോഷം വീട്ടിൽ നിന്ന് കിട്ടുകയാണ്. വലിയ ഭാഗ്യമാണ് അങ്ങനെ കിട്ടാമെന്ന് പറഞ്ഞാൽ. സഹോദരിമാരെ ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു, ഭാര്യ എനിക്ക് വേണ്ടി ഭംഗിയാവുന്ന പോലെ ഞാനൊന്ന് കുട്ടപ്പനാകേണ്ടത്. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഏറ്റവും മനോഹരമായി വിയർപ്പിൻ്റെ ഗന്ധം ഉണ്ടാകരുത്, വായിൽ സ്മെല്ലുണ്ടാകരുത്, അവർ മനോഹരമാകണം. ഞാൻ ഭർത്താവല്ലേ, എനിക്കെന്തു ഒരിക്കലും പാടില്ല, ഒരു വെറുപ്പുണ്ടാകരുത്. അപ്പോൾ തീർച്ചയായും ആ നിയ്യത്തോടു കൂടെ തന്നെ നമ്മൾ പെരുമാറുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ വലിയ പുണ്യമാണ് എന്നുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അവർ പീരീഡ്സിൻ്റെ സമയമാകുമ്പോൾ ഒരു കാരണവശാലും പരിശുദ്ധമായ ദീൻ പച്ചയായ ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ആ സമയത്തുള്ള ബന്ധപ്പെടൽ ഉണ്ടാകാൻ പാടില്ല. ശാരീരിക ബന്ധം ഉണ്ടാകാൻ പാടില്ല, ലൈംഗിക ബന്ധം ഉണ്ടാകാൻ പാടില്ല. അത് ഒരാൾ നിസ്സാരവൽക്കരിച്ച് അത് വലിയ പ്രശ്നമൊന്നുമല്ല, അതിപ്പോൾ
അപ്പോൾ ഈ കാലത്ത് ആരാതൊക്കെ നോക്കുക എന്ന് കരുതിയിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ദീനിൽ നിന്ന് പുറത്താവും, മുർത്തദ്ദായി പോകും, ദീനിൽ നിന്ന് പുറത്തു പോകും. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഹലാലായ നമുക്ക് പുണ്യം കിട്ടുന്ന പരസ്പര സ്നേഹമുള്ള സന്തോഷമുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ ചേരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാകണം. അതിൻ്റെ പുണ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം എന്നുകൂടെ സാന്ദർഭികമായി പലരും ചോദിച്ചു. ചില ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ പ്രശ്നമുണ്ടാകും, ഉസ്താദേ ഒന്ന് പറയണം, ഒന്ന് ഡിസ്കസ് ചെയ്യണം, ഞങ്ങൾ പിന്നെ അത്ര അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ മര്യാദകൾ എമ്പാടും ഹദീസിൽ കാണാം, ഇതിൻ്റെ സുനനുകൾ കാണാം, ആദാബുകൾ കാണാം. അതൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. സാന്ദർഭികമായി നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും റാഹത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله